ഇതിന്റെ മൂളണേ എന്താടേ മൂളണേ എന്തിനാന്ന്? ഇതിന്റെ അകത്ത് മൂളിയായിരിക്കും. വേറെ ഗുളുകളാന്ന് ഇങ്ങനെ കയറി വരണം. മൂളണ അവളെ. ഞാൻ മൂളിയാ. ബാത്റൂമിൽ പോടെങ്കിൽ പോ മൂളി തീർക്കാണ്ട്. കുറെ അലമ്പ് കൂട്ടാൻ കടയിൽ കല്യാണത്തിന് വിളിച്ചോണ്ട് പോയി. സദ്യ ആണെങ്കിലാ നാക്കിൽ വെച്ച് കൂട്ടാൻ കൊള്ളൂല. എന്താന്ന് ആരുടെ ഇതിന്റെ ഏർപ്പാട്? എന്നിട്ട് 4 പ്രാവശ്യം വലിച്ചുവാരി തിന്നല്ല. അതിന്റെ ഫലം തന്നെ അനുഭവിക്കണത്. അണ്ടാ വേറെ പേരെടുത്ത് ഇരിക്കാൻ വയ്യ. വേറെ അതല്ല ചെറുക്കാൻ ഗൾഫിൽ എഞ്ചിനീയറാ. അവനെ കണ്ടാ പിടിച്ചൊറിയുകാരനെ പോലെ ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത പറയല്ലേ. അവലേഷണം കേട്ടോ സാധനങ്ങൾ. നീ നോക്കിയ ഈ ബന്ധം വലുതായിട്ട് നീളൊന്നുമില്ല. നീ രണ്ട് കയറി പോയ 2 മാസം എന്നെ അപ്പുറം തിരിച്ച് പെണ്ണ് തിരിച്ചു വീട്ടിൽ വന്നിരിക്കും. എന്തൊക്കെയാണ് പറയണത്? അഹങ്കാരം പിടിച്ച സാധനങ്ങള് തള്ളരെ കാലിൽ വിഷ്ണു അവിടെ കിടന്ന് പോത്തറ കിടന്ന് ഉറങ്ങിയായിരിക്കും. വിഷ്ണു കല്യാണത്തിന് വിളിച്ചോണ്ട് എല്ലാം മൊന്നരല് പെണ്ണുങ്ങൾ മറ്റേ സാരി കൊടുത്ത പള പള പളാന്ന് പെട്ടെന്നൊന്ന് വാതിലെടുത്തെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടാൻ. പെട്ടെന്ന് തുറ ചവിട്ടി തുറക്കും. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഞാൻ അവളെ കാര്യം ഞാൻ പറയാം. വേറുള്ള വയ്യറി കേശു ശിവ വാല് ചവിട്ടി തുറക്കട്ടാ. വാടാ ഇവിടെ ആയി പോയി. കേശു എന്താ മിണ്ടായിരിക്കണേ? പഠിക്കുന്നുണ്ടല്ലേ? ഓ എന്റെ മക്കള് പഠിക്കണ കണ്ട നന്നായി രണ്ടുപേരും അല്ലേ? എല്ലാ ക്രെഡിറ്റും ലച്ചുനാ. വിഷ്ണു എന്തേ? ഉള്ളി ഇങ്ങോട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഉള്ളി കിടന്നുറങ്ങുന്നുണ്ട്. നീയല്ലേ പറഞ്ഞ അവൻ എവിടെ പോണെന്ന് സാധനം വാങ്ങിക്കാൻ പറഞ്ഞപ്പോഴേ പോയില്ലേടാ? ഇല്ല. വിഷ്ണു വിഷ്ണുവേ മോനെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടാ. എവിടെ പോയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു. ഡേ നല്ല ചിപ്സൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട. എന്ത് വേണ്ടാത്തോണ്ട് വേണ്ട. നിനക്ക് വേണ്ടേ? വേണ്ട. നീ പുറത്തു പോണെന്ന് പറഞ്ഞെന്താ പോവാൻ? ഞാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. ലച്ചു എന്തേ? ഞങ്ങൾ കണ്ടില്ല. കണ്ടില്ലേ? ലച്ചു ലച്ചുവേ ലച്ചു എവിടെ പോയവള്? എനിക്കെങ്ങനെ അറിയും? ലച്ചു നോക്കിയേ. അയ്യോ മോളി കെട്ടിയിരുത്തേ വായൊക്കെ കെട്ടി മോളെ ബാലു ഇറക്ക് ബാലു. എന്നാൽ ഇതെങ്ങനെ മോളി കയറിയത്? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അതവിടെ തന്നെ ഇരിക്കട്ടെ. ഇതാണ് പറയണത്, കൊടുത്ത കൊല്ലത്തും കിട്ടുന്നു. നീ എവിടെ? ചേച്ചി ഇവിടെ ഒന്നുമില്ല, അപ്പുറത്തോളം കാണും. അപ്പൊ തേക്കും അവക്കുള്ളത് ഫ്രീസറെ കൊണ്ടുപോയി കേട്ടോ. പഠിത്തമൊക്കെ അവസാനിപ്പിച്ചാ? ഇല്ല, കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. എന്നാ പോയിരുന്ന് പഠിക്കേ. ഓക്കെ. മൊത്തം പഠിച്ചു തീർക്കല്ലേ, നാളത്തെ കുറച്ച് വെച്ചേക്കണേ. ഓക്കെ. സ്വർണം കയറ്റി വെക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി. ഞാൻ പൈസ കൊടുക്കേണ്ടി വന്നു. കാളി തന്നെ എന്താ വിളിച്ചു മൂളണ? നീലായി എന്തിനായിരുന്നു വെച്ചെടുക്കണം? എന്ത് എന്താ അവിടെ? അയ്യോ അയ്യോ കേശു ശിവ എന്താ അമ്മ? എന്താണത്? അയ്യോ അതോ തീരെ സഹിക്കാൻ പറ്റില്ല, അപ്പൊ ഭയങ്കര ഓവറായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിന്നെയൊക്കെ എന്താ ചെയ്തറിയുമോ? എങ്ങനെയാ മോളിൽ കൊച്ചിനെ കയറ്റിയത്? അച്ഛാ അതൊരു സീക്രട്ടാ. അത് ഞങ്ങൾക്കും ലച്ചു ചേച്ചിക്കും പിന്നെ ദിപ്പ തീയ ചേച്ചിക്ക് മാത്രമേ അറിയൂ. ആ സീക്രട്ടായിട്ട് തന്നെ ഇരിക്കും. ആദ്യം നിക്ക്, ഞാൻ വിളിച്ചു നോക്കട്ടെ പിള്ളേരെ കിട്ടുള്ളൂ. നിന്നെ തട്ടിക്കൊണ്ടുപോയില്ലേ? എന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അളിയൻ പറഞ്ഞു. ഞങ്ങളാരും തട്ടിക്കൊണ്ടുപോയില്ലല്ലോ. ഞാൻ പറയാം. പിന്നെ ഗൗരി എന്തേ? ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ ആ ജംഗ്ഷൻ വരെ പോയതാ. അയ്യോ ഗൗരി എന്തേ? ഗൗരി എവിടെ? ഗൗരിയെ കണ്ടാ? ഇല്ല, ഗൗരി ഞങ്ങൾ കൊണ്ടുപോയി, അമ്മായി ഞങ്ങൾ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയില്ലേ? എടാ എവിടെയാടാ ഗൗരി? എനിക്ക് അറിഞ്ഞൂടെ എവിടെ അളിയാ? അവളെ നീ എന്താടാ? നിങ്ങൾ പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്നാ? ഉണ്ടായിരുന്നാ? അറിയില്ലെന്നാ ഗൗരി? ഇവിടെ പറയാൻ നാട്ടിലായിട്ട് പോയിക്കാണോ? പറയട്ടെ അങ്ങനെ പോവോ?
ഇവിടുത്തെ പിള്ളേരല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ഗൗരിയാണ് അവനെ കുറ്റിയിട്ടത് പുറത്തിട്ട്. ഛെ, അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെയൊന്നും കുറ്റിയിടൂല. ഗൗരി ഗൗരി വീട്ടോ ദാ, നോക്കിയാ? കണ്ടാടാ? കണ്ടില്ല അളിയ, കണ്ടില്ല. പിന്നെ എവിടെ പോയത്? ഇതിനാണ് പോകണം. എന്തോന്ന്? എങ്ങനെ ഇറങ്ങി വരുമെന്ന് നീ അങ്ങനെ മേളിൽ കയറിയത്? കയറിയതുപോലെ ഇറങ്ങി വാ. ആരാ കയറ്റിയത്? ഇവരാ? എന്റെ അമ്മ ഭയങ്കര ഷോ ആയിരുന്നു ഇവിടെ കിടന്ന്. മാക്സിമം നമ്മൾ ഒഴിവാക്കി നോക്കിയതാ. തീരെ സഹി കേട്ടപ്പോ നേരെ പഴയ ആചാരം അല്ലേ? ഓഫ് കോഴ്സ് ആരിവിടെ കലിപ്പുണ്ടാക്കിയാലും തട്ടിമൊളി കയറ്റും.